ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറേ നാളായിട്ട് ചെയ്യുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കാനായിട്ടും പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതെന്ന് അടുത്തായിട്ട് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മെയിനായിട്ടുള്ള ആളാണ് നമ്മുടെ ചക്ക വരട്ടിയതെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് കപ്പലണ്ടി, 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ ചക്ക വരട്ടീൻ്റെ അത്രയും എമൗണ്ടിൽ തന്നെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി, അടുത്തായിട്ട് നമ്മൾ കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ഓടിച്ചിടുന്നുണ്ട്, ചെറിയ പീസായിട്ട് മതി. നമുക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് എടുക്കുന്നത്. പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് നെയ്യ്, 2 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് ഈ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ആ ഒരു സാധനം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനിതിന് പേരൊന്നും ഇട്ടിട്ടില്ല. ഇതിനൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത് തരണേ. ഇനി നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ്, അതേപോലെ തന്നെ ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കപ്പലണ്ടി ഇട്ട്, അല്ലെങ്കിൽ ഇതിന് കടല എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം ആ സമയം തന്നെ തൊലി ഇളകി വരില്ല. അതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം. മാറ്റി വെച്ച സമയത്ത് നമുക്ക് ആ ചീനച്ചട്ടിയിൽ തന്നെ ആ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിയുടെ പേര് പറയാൻ മറക്കല്ലേ. ഈ റെസിപ്പി എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, സ്വന്തമായിട്ട് തോന്നി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. എൻ്റെ വിചാരം ഞാനാണിത് ആദ്യമായിട്ട് ചെയ്യുന്നതെന്നാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി നമുക്ക് ഈ നെയ്യൊന്നായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അടുത്ത് ഉണക്കമുന്തിരി കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുറച്ച് നല്ല ബ്രൗൺ ആയിട്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബ്രൗൺ ആക്കിയത്. അപ്പോൾ ആ ബ്രൗൺ ആയതിന് ശേഷമാണ് ഞാൻ ആ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു കപ്പലണ്ടിയുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഞെരിച്ചുടച്ച് അതിൻ്റെ തോലൊക്കെ ഒന്ന് പറത്തിക്കളയാം. തോലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം പൊടിഞ്ഞല്ലോ. ഇനിയാണ് നമുക്കിതിനകത്തേക്ക് ഇതെല്ലാം കൂടി ചേർക്കാനായിട്ട് ഉള്ളത്. നമുക്ക് നോക്കാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിനൊക്കെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ തേങ്ങ കൂടി ആ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ വരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ചക്ക വരട്ടിയതും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മളിത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷമാണ് ഈ ചക്ക നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വരട്ടി വെച്ചതായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അന്ന് തന്നെ വേണമെങ്കിൽ ചക്ക വരട്ടീൻ്റെ അന്ന് തന്നെ ഇതുണ്ടാക്കാം. അല്ല, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇതിനകത്ത് ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ നമ്മളിത് ചൂട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചക്ക വരട്ടിയത് കുറച്ച് ലൂസാവാനായിട്ട് തുടങ്ങും. ശർക്കരയല്ലേ, അപ്പോൾ ഒന്ന് അലിഞ്ഞു വരും. അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ആ ഒരു പൊടി കാണാത്ത വിധം ശർക്കര എത്തുന്നത് പോലെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇതിനെ നമുക്ക് കപ്പലണ്ടി മിഠായി എന്നോ കടല മിഠായി എന്നോ ചക്കവരട്ടി മിഠായി എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം. എന്ത് പേരിട്ട് വിളിച്ചാലും ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. ആർക്കാണല്ലേ കപ്പലണ്ടി മിഠായി ഇഷ്ടമല്ലാത്തത്? കപ്പലണ്ടി മിഠായി ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആ ചക്കയുടെ ടേസ്റ്റാണോ, ആ കപ്പലണ്ടിയുടെ ടേസ്റ്റാണോ, അല്ലെങ്കിൽ ആ കടലയുടെ ടേസ്റ്റാണോ, അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റാണോ, എന്തിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് സെയിം എമൗണ്ടിൽ തന്നെ നിങ്ങൾ കപ്പലണ്ടിയും അതേപോലെ ചക്ക വരട്ടിയതും എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. എന്തായാലും കുട്ടികളൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ലേസും ഒക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി നന്നായിട്ട് ആക്കുക. ഇത് നേണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇത് കട്ടിയാവാനായിട്ട് തുടങ്ങും. ഈ എല്ലാ ഭാഗത്തും അത് എത്തി എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും, ഇപ്പോൾ കപ്പലണ്ടി മുട്ടായുടെ ഷേപ്പിൽ വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്കിത് മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നല്ല വൃത്തിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നല്ല ചൂടോട് തന്നെ നമുക്ക് വേണ്ട ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ നമുക്കിതിനെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ റൗണ്ടായിട്ടാണ് ആദ്യം എടുക്കുന്നത്. അതിന് ശേഷം ഹാർട്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കൂടെ നിങ്ങൾക്കും ഇഷ്ടമാവും. എന്തായാലും ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ലൈക്കും ചെയ്യുക. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതൊക്കെയാണ് കാണുന്നത്. എന്തായാലും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോവല്ലേ. Thank you for watching this video and spending time with me. See you next time. Bye bye.